അയ്യോ നമ്മുടെ മമ്മൂട്ടിക്ക് മാത്രം 100 കോടി ഇല്ലേ, ബാക്കി എല്ലാവർക്കും 100 കോടി ഉണ്ട്, ഹാഷിലടിച്ച് തണ്ണീർമത്തൻ മാത്യൂസ് വരെ മമ്മൂട്ടിയെ പൊട്ടിച്ച് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നവർക്ക് പറയാനുള്ള കാര്യം, ശരിക്കും മമ്മൂട്ടിയുടെ ഒക്കെ പീക്ക് ടൈമിൽ മമ്മൂട്ടി 100 200 300 കോടി അടിച്ചിട്ടുണ്ട്. നമ്മൾ ടിക്കറ്റിന്റെ റേഞ്ച് വെച്ച് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഇപ്പം രാജമാണിക്യം എന്നൊക്കെ പറഞ്ഞ സിനിമ ഇറങ്ങുമ്പോൾ 30 രൂപയായിരുന്നു ടിക്കറ്റ്. അപ്പോൾ ആ ടിക്കറ്റിന്റെ വെച്ച് നോക്കുമ്പോൾ 300 കോടി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ മമ്മൂട്ടിയുടെ എത്രയോ പീക്ക് ടൈമിലുള്ള എത്രയോ സിനിമകൾ. നമ്മളിപ്പോൾ നസീർ, ജയന്, സത്യൻ പോലുള്ള മഹാനടന്മാർക്ക് 100 കോടി ഇല്ലേ, 10 കോടി പോലും ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? അന്നത്തെ കാലത്തെ ടിക്കറ്റ് 1 രൂപ 2 രൂപ ആയിരിക്കാം. മമ്മൂട്ടിയുടെയൊക്കെ ഒരു പീക്ക് ടൈമിലുള്ള ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ 15 രൂപ 20 രൂപ 35 രൂപ ആ ഒരു 40 രൂപയൊക്കെ ആയിരുന്നു. ഹിറ്റ്ലർ, വല്യേട്ടൻ, കൗരവർ, അമരം, മൃഗയ ഇങ്ങനെയൊക്കെ സിനിമകളൊക്കെ 100 കോടിയൊന്നും അല്ല അന്നത്തെ ടിക്കറ്റിന്റെ വെച്ച് നോക്കുമ്പോൾ. അതുപോലെ മോഹൻലാലിനും ഇഷ്ടം പോലെ ഉണ്ട്, പറയേണ്ട കാര്യമില്ല. അപ്പം അവരവരുടെ പീക്ക് ടൈമിൽ അവരവർ ചെയ്ത കാര്യങ്ങൾ പറയുക. ഇപ്പം മമ്മൂട്ടിക്ക് പ്രായമായി, വലിയ സിനിമകളൊന്നും ഹിറ്റ് ആവുന്നില്ല, അവരുടെ മമ്മൂട്ടി കമ്പനികളുടെ പ്രൊമോഷൻ വളരെ മോശമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും ഇത്രയും വലിയൊരു മഹാനടനെ ഈ രീതിയിലൊക്കെ ആക്ഷേപിക്കുമ്പോൾ നമ്മൾ ഇടപെട്ടല്ലേ പറ്റൂ. മമ്മൂട്ടി അത്യാവശ്യം കളിയാക്കുന്ന സമയത്ത് തണ്ണീർമത്തൻ മാത്യൂസ് മമ്മൂട്ടിയെ പൊട്ടിച്ചുകൊണ്ട് 50 കോടി ആദ്യമായിട്ട് നേടി എന്നൊക്കെ പറഞ്ഞ് ഞാനും കുറേയൊക്കെ ട്രോളിയും ചിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു പരിധിക്കപ്പുറം ഒരു ലെവൽ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. മമ്മൂട്ടി ആരാധകർ കേൾക്കുക, പ്രതികരിക്കുക.